അങ്ങനെ നമ്മൾ പറഞ്ഞ പ്രകാരം നമ്മളുടെ ഒരു കൊച്ചി യാത്ര അങ്ങനെ തുടങ്ങാൻ പോകുകയല്ല. വലിയൊരു യാത്ര. അതെ, ഞാൻ കൊച്ചെന്ന് പറയുമ്പോൾ വലുതെന്ന് പറയും. ഗൈസ് നോക്കൂ, നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ കന്യാകുമാരി, അവിടുന്ന് നേരെ സമയമുണ്ടെങ്കിൽ നമ്മൾ തെങ്കാശിക്ക് പോകും. ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഞങ്ങൾ തെങ്കാശി പോകണമെന്ന് പറഞ്ഞാൽ 5 വട്ടം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 5 വട്ടത്തിന് മേളിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എറണാകുളത്ത് അവിടെ എവിടെ എത്തുമ്പോൾ നമ്മൾ പറയും അന്ന് തിരിച്ചു പോകാൻ പറഞ്ഞാൽ പോരും. ഓരോ ആവശ്യങ്ങൾ. ഒരു പ്രാവശ്യം പോയപ്പോൾ വണ്ടി കച്ചവടമായി, ഒരു പ്രാവശ്യം പോയപ്പോൾ വേറെ എന്തോ, അങ്ങനെ കുറേ വക്കീൽ അത് ഇത് അങ്ങനെ കുറേ കേസ്, അങ്ങനെ കുറേ സംഭവമായിട്ട് തിരിച്ചു വന്നു. വളരെ കറക്റ്റാണ് ലിവിൻ പറഞ്ഞത് ഗൈസ്. അപ്പം നമ്മളങ്ങനെ പോവുകയാണ്. നമ്മളങ്ങനെ ഇവിടെ നേരെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ നേരെ കന്യാകുമാരി. നമുക്ക് അവിടെ ഫിഷിങ് ആൻഡ് ബാക്ക് ബാറ്റർ ആൻഡ് റൈസ് കട്ടിങ്, അതായത് ആൻഡ് വെജിറ്റബിൾ ആൻഡ് പർച്ചേസിങ് ആൻഡ് ഈറ്റിംഗ്. ഗൈസ് നോക്കൂ, ഫൈനലി സമയം ഇപ്പം 2:30 ശരിക്കും 2 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. നമുക്ക് നേരെ ഇവിടുന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ മാഹിയിൽ എണ്ണ അടിക്കാം. അവിടെ നേരെ എറണാകുളത്ത് ഒരു സ്റ്റോപ്പുണ്ട്, കാരണം നമ്മുടെ ബെൻസ് കിടക്കുന്ന അവിടം വരെ പോകണം. അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഞങ്ങളുടേതായ സാധനങ്ങളൊക്കെ എടുത്തു. അതായത് വണ്ടിയിലേക്ക് അടിക്കാനുള്ള സ്പ്രേ, പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് വൃത്തിയാക്കാനുള്ള സാധനം. ഇതാ മറ്റേ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് മേടിച്ചാണ്. പണിയായതും തുറന്നതിൽ പിന്നെ അതിൻ്റെ ഫസ്റ്റ് കല്ലും തുറന്ന് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ടൂൾസൊക്കെ ഫുള്ള് വരുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് 360 മൈക്കുകൾ, പവർ ബാങ്ക്, എയറടിക്കുന്ന സാധനം എടുത്തു. പക്ഷേ അതിൻ്റെ മറ്റേ സാധനം എടുത്തില്ല, അതെടുക്കണം. പിന്നെ ഇത് ഡ്രോണ്, അതുപോലെ സാധനങ്ങൾ, ടൂൾസ്, കൂളിംഗ് ഗ്ലാസ്. ഇത് കണ്ടോ, ഇവിടെ കൂളിംഗ് ഗ്ലാസ്, അതുപോലെ സംഭവങ്ങൾ. പിന്നെ ഓരോന്നൊക്കെ ആയിട്ട് ഇവർ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചെരുപ്പിട്ട് ഞങ്ങൾ യാത്ര പോയില്ല. ഇതിൻ്റെ ഈ ചെരുപ്പിട്ടു പറയണ്ട, 2 വട്ടം പറയണ്ട ഗൈസ്. നോക്കൂ, ഇത് ഊരി ഇടും, എന്നിട്ട് അതിലേലും ഇട്ടോണ്ടേ പോകത്തുള്ളൂ. പിന്നെ ഷൂ സംഭവങ്ങൾ. കൊച്ചിൻ്റെ ചെണ്ട എടുക്കണേ, കൊച്ചിൻ്റെ ചെണ്ട സാധനങ്ങളൊക്കെ എടുക്കണം. കൊച്ചിൻ്റെ JCB ചെണ്ട, പിന്നെ പില്ലോ, കൊച്ചിനെ എടുക്കണം. ഈ സാധനം എടുക്കണം ഗൈസ്, ഇല്ലെങ്കിൽ പരിപാടി പാളും. പണി സാധനം കൊണ്ടാ നമ്മുടെ ശീലമായി പോയി ഒരു വഴിക്ക് പോകുന്ന. പിന്നെ ഇത് എടുക്കണം. പിന്നെ അത് നടുക്കത്തെ സീറ്റ് വെക്കണേ. ഇതാ ഫോണുകൾ, സാധനങ്ങൾ. ഈ സാധനം നീ എടുക്കണം. ഇതൊക്കെ നമുക്ക് വണ്ടിയുടെ അവിടെ തന്നെ വെക്കാനുള്ള. ഇത് ഏതൊക്കെ ബേക്കിലോട്ട് പോകണ്ടേ? ബാക്കിയെല്ലാം ബേക്ക്. ഇത് ഇല്ല, ലാപ്ടോപ്പ് എടുക്കുന്നില്ല, ഫോണിലല്ലേ ഇപ്പോൾ കൈസ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ, ഇപ്പോൾ എല്ലാം ഫോണ്. പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഈസ് വെരി വെരി പ്രോബ്ലം. ടൈം ഈസ് നമുക്കാണ് കൂടുതലുള്ള സാധനം ടൈം. അല്ല, ലാപ്ടോപ്പിലോട്ട് പോകുന്ന ടൈമും കൂടുതൽ, കോപ്പി ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഒരു കേസുണ്ട്, ആപ്പിളിൽ നിന്ന് ആൻഡ്രോയിഡ് കോപ്പി ചെയ്യണ സാധനം എടുത്തോ? എല്ലാം എടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് നിറച്ച് സാധനങ്ങൾ കയറ്റി. എല്ലാവരുടെയും ഡ്രസ്സും എല്ലാ സാധനങ്ങളും. ഇത് കൊച്ചിന് എടുക്കാനുള്ള സാധനം ഇവിടെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. യെസ്. ഇതേ ട്രൈപ്പോഡ് ഞാൻ തൽക്കാലം ഇവിടെ വെച്ചു. ട്രൈപ്പോഡ് അവിടെ വെക്കണോ? ഇവിടെ ബാഗുണ്ട്, ഇവിടെ ഒരു ബാഗുണ്ട്. ട്രൈപ്പോഡ് ഉള്ളിൽ കയറ്റാലോ? വേണ്ട, അവിടെ വെക്കാൻ സ്ഥലമില്ലടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കാണി കൊണ്ട് വെക്കോട്ടെ, ടക്കേന്ന് വെച്ച് വെക്കും. ആണല്ലേ, ഒന്നും സംഭവിക്കില്ല. പിന്നെ വെള്ളം മേടിച്ചു കേട്ടോ, നമുക്ക് എന്തായാലും അത്യാവശ്യം വരുന്ന സാധനം വെള്ളം യാത്ര നിൽക്കാൻ നേരത്തെ ഒരു കേസ് വെള്ളം എപ്പോഴും മേടിച്ച് വെച്ചോ, അതാണ് ഏറ്റവും നല്ലത്. വഴിക്കിറങ്ങി മേടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി, സാധനം ലോഡ് ചെയ്തു. ഇനിയിപ്പം എല്ലാവരും പൂട്ടി ഇറങ്ങേണ്ട താമസം മാത്രം. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും. നോക്കൂ, കിടന്ന് ആടി ഉലയുന്ന കണ്ടില്ലേ സുഹൃത്തുക്കളെ. ഇതിപ്പോൾ ജനുവരി ആയില്ലേ? ജനുവരി ഡിസംബറിൽ ഇത്ര തണുപ്പോ അത്ര തന്നെ ജനുവരി തന്നെ കിട്ടുമോ? ഡൗട്ടേ കൈസ്. എന്തായാലും നമുക്ക് എല്ലാവരും ഇറങ്ങട്ടെ കേട്ടോ. ഫൈനലി ഞങ്ങൾ വണ്ടിക്കുള്ളിൽ കയറി. ഇനി എല്ലാവരും വരാനുണ്ട്, എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് മൈക്കിളിനൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ, എല്ലാം തുറന്നു കൊടുക്കട്ടെ. ഇവിടുന്ന് നമുക്ക് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നുള്ള എല്ലാം മാപ്പൊക്കെ വെച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 12 മണിക്കൂറുണ്ട് നമ്മുടെ ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക്. അപ്രോക്സിമേറ്റ് കേട്ടോ, കറക്റ്റ് അല്ല, ഏകദേശം അത്ര. ഫൈനലി റീസെൻറ്റ് ചങ്ങനാശ്ശേരി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ലൊക്കേഷൻ അപ്രോക്സിമേറ്റ് ഇവിടുന്ന് എത്രയുണ്ടാ? 389 കിലോമീറ്റർ. ഈ ടൈം നോക്കണ്ട കേട്ടോ, കാര്യം 2 മണിക്കൂർ കൂടും. ഓടിച്ച് പിടിക്കാൻ പറ്റും, ഉള്ളതുകൊണ്ട് നടക്കൂല. 3 മണിക്കൂർ കൂടും. അതായത് പകലായതുകൊണ്ട് ഇപ്പം പുലർച്ചയല്ലേ, അതുകൊണ്ട് ഇച്ചിരി സമയം കുറച്ച് കാണിക്കും. ഇച്ചിരി കൂടെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 12 മണിക്കൂർ കാണിക്കും. നോക്കിയോ. ആകെ ഒരു വിഷയം, ഈ പാർക്കിംഗ് സെൻസർ ഉണ്ട്, അത് റെഡി. ഏതൊരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ഇതനുസരിച്ച് ഇത് കണ്ടോ, ഇവിടെ എല്ലാം പവർ കൂട്ടാം, പവർ കുറയ്ക്കാം, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ A to Z എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാം പൂട്ടി ഉറപ്പ് വരുത്തിയോ? ഉറപ്പായോ? മൈക്കിൾ എന്ത് ചെയ്യും? മൈക്കിളിൻ്റെ ഒരു ഇതാ മേലോട്ട് നോക്കാം. ഞാൻ എവിടെയാ എൻ്റെ ദൈവമേ.
പോണുണ്ടോടി? കുത്തിത്തിരിക്കത്തിലെല്ലാം അടുക്കി വെക്കണം ഞാൻ വെച്ചോലെ. പോവാടാ, പോവാം. ഫൈനലി നമ്മളങ്ങനെ മെയിൻ വഴിയിലെത്തി. ഈ റൂട്ടിൽ തന്നെ നമുക്കിനി ഇരിട്ടിയിൽ നിന്ന് മട്ടന്നൂരിൽ നിന്ന് കൂത്തുപറമ്പ് തലശ്ശേരിയിൽ നിന്ന് നമ്മൾ 4 ലൈൻ, 4 ലൈൻ അല്ല 6 ലൈൻ ആണോടാ? 4 ലൈൻ അല്ലേ? പുതിയ ഹൈവേയിൽ ചെന്ന് ചാടും. കോഴിക്കോട് ചെല്ലും, അവിടെ തൃശ്ശൂർ ചെല്ലും. അല്ല, തൃശ്ശൂരല്ല, അവിടെ നമ്മൾ മറ്റേപ്പാട് എങ്ങനെ പോകുന്നത്, എടപ്പള്ളി റൂട്ട് അങ്ങനെ അപ്പുറത്ത് ആ റോഡാണ് നന്നായി, അതായത് ഗുരുവായൂർ റൂട്ടാണ് നല്ലത്. എന്തായാലും പകുതി റോഡ് അടിപൊളിയാ അല്ലേ? ഫൈനലി നമ്മളങ്ങനെ ഇരട്ടിപ്പാലം എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം സമയം 3:43. ഇഷ്ടം പോലെ ഇപ്പാണ് 1.5 മണിക്കൂർ തലശ്ശേരി ഓടി പിടിക്കാൻ പറ്റും ഗൈസ്. ഇഷ്ടം പോലെ നൈറ്റ് സർവീസ് വണ്ടികൾ, ഏതാണ്ട് മൊത്തത്തിൽ 10-200 ബസ് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചെറിയ അറിവ് ഗൈസ്. ഇതേ ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ട് കേട്ടോ. 1, 2, 3 ബസ്. പക്ഷേ വന്നു പോവുമല്ലേ, ചിലതിനെ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് ഈ സൈഡ് നോക്കിയത് ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ എറണാകുളം ബസ് വരാണ്ട് കുറച്ച് കഴിയുമ്പോൾ എറണാകുളം ബസ് എനിക്ക് തോന്നുന്നു 6 എണ്ണം എങ്ങാനും ഉണ്ട് വരാൻ. 6 ഒന്നും അല്ല, 10 എണ്ണം കണ്ട് വരാനുണ്ട്. സത്ലജ് തന്നെ. ഇവിടുന്ന് കോട്ടയത്തിന് 4 വണ്ടി കാണുന്നുണ്ട്. ചപ്പലായിരുന്നു അത്. 4 വണ്ടി കാണുന്നുണ്ട് കോട്ടയത്തിന് ഗൈസ്. എല്ലാം കൂടെ 10-12 വണ്ടി ഇനിയും വരാനും ഉണ്ട് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഹൈവേ കയറുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഹൈവേ കയറി. ഇത് എന്തോരം പണിത് കയറുന്നു ഇപ്പം അറിയത്തില്ല കേട്ടോ. കാരണം ഞങ്ങളിപ്പം പോയിട്ടൊരു 2 മാസമായി, 3 മാസത്തിന് മേളിലായി. 3 മാസത്തിന് മേളിലായി ഇപ്പം നമ്മൾ ആ ഭാഗത്തോട്ട് പോയിട്ട്. അപ്പം നമ്മൾ നേരെ ഹൈവേ കയറുന്നു. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ദൂരം പണിതിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അല്ലേ? എടാ വേറെ കാര്യമുണ്ട്. കോഴിക്കോട് ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനിക്കൊന്ന് എറണാകുളത്തിന്റെ അങ്ങ് ദൂരെ എവിടെയോ വരെയൊക്കെ എത്തി. മാഗിന്ന് കോഴിക്കോട് വരെ എത്താൻ വേണ്ടി ഒരു പാടാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടി നന്നായിട്ട് വടകര നമ്മൾ അന്ന് നോക്കാൻ കുഞ്ഞിപ്പള്ളി അവിടെ വരെ എങ്ങനെ പണിതിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് 3 മാസം മുമ്പേ പോകാൻ നേരത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ മോശമായിരുന്നു. പിന്നെ അവിടുന്ന് കോഴിക്കോട് ബൈപ്പാസ് കയറുന്നതിൻ്റെ ഇപ്പുറത്തുനിന്ന് അങ്ങ് എറണാകുളത്തിൻ്റെ ഇപ്പുറം വരെ കിട്ടി നമുക്ക് അന്ന് ഹൈവേ. ഈ പ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഗൈസ് ഫൈനലി നമ്മൾ മാഹിയിലെത്തി. ഇതാണ് റിലയൻസിന്റെ. ഞങ്ങൾ എപ്പം വന്നാലും ഇവിടെ തന്നെ എണ്ണ അടിക്കുള്ളൂ കേട്ടോ. ഇവിടെ 83 രൂപ 90 പൈസയുള്ളൂ. കാരണം ഇവിടെ ഉള്ളതിൽ ഏറ്റവും പൈസ കുറവ് ജിയോയിലാണ്. അതുപോലെ നല്ല ബാത്റൂം, എല്ലാ കാര്യവും നല്ലതുള്ള പമ്പല്ലേ ഇതല്ലേ. ഇവിടുന്ന് തന്നെ നമുക്ക് ഡീസൽ അടിച്ചിട്ട് പിരിയാം. അതായിരിക്കും നല്ലത് കേട്ടോ. എന്നാ തിരക്കാൻ നോക്കി ഇവിടെ അടിക്കാം കൈ കഴിഞ്ഞപ്പം നമുക്കിപ്പം കാണിക്കുന്ന 630 കിലോമീറ്റർ റേഞ്ച് ആട്ടോ. ചിലപ്പോൾ അത്ര കറിയുള്ളൂ. ഓഹോ, അങ്ങനെയാ. ഗൈസ് റിലയൻസിൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് പോലും. അതായത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 2 രൂപ കുറവ് സാധാരണയിലും. രാത്രി വെച്ചാൽ ഇത് ജിയോ സിം പോലെ ആവുമോ? ലാസ്റ്റ് പകുതി പൈസയൊക്കെ ആവുമോ? ഗൈസ് നോക്കൂ, നല്ല തൂവെള്ള പോലെ കിടക്കുന്ന ഹൈവേ. ആരുമില്ല, ഞങ്ങൾ മാത്രം. ഗൈസ് വലിയ ആളൊന്നുമില്ല കേട്ടോ. ഇനിയും പല സ്ഥലത്തും പണി തീരാനുണ്ടല്ലടാ. പിന്നെ ഇങ്ങനെ പോവാണ് എന്നെ പോലുള്ള ഡ്രൈവർമാർക്ക് നല്ല കേട്ടോ. മുന്നിലൊന്നുമില്ലല്ലോ, നമുക്ക് ഓടിച്ചെങ്കിൽ വിടാം. ഫൈനലി നമ്മളുടെ ഒരു ലൊക്കേഷൻ ഇത് എവിടെ കാണാം കേട്ടോ. കൊച്ചി കേട്ടോ. സ്റ്റേറ്റ് കൊച്ചി, കന്യാകുമാരി 489 കിലോമീറ്റർ. എന്റെ 66. ഗൈസ് നോക്കൂ, 489 കിലോമീറ്റർ NH 66. എങ്ങനെയുണ്ട്? എന്തൊരു രസം നോക്കിയാൽ രാത്രി കാണാൻ വേണ്ടി. പക്ഷേ ഇത് ഫുള്ള് വഴി പണി തീർന്നെങ്കിൽ സെറ്റപ്പ് ആകത്തുള്ളൂ. 6 ലൈൻ ആട്ടോ, 4 ലൈൻ അല്ല. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇത് കയറി കഴിഞ്ഞാൽ കുറേ ദൂരം കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ഇനി കോഴിക്കോട് ടച്ച് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു ഭാഗ്യമുണ്ട്, പണി തീരാത്ത ടോളും ഇല്ല. അതെ അല്ലേ? പണി തീർന്നു കഴിഞ്ഞാൽ ടോള് കൊടുക്കേണ്ടി വരും. അതെ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഓരോരുത്തരെല്ലാം ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ ഉറക്കമായിരുന്നു ആ സമയത്ത്. അഭിരാമി ഓടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ ഗൈസ് നോക്കൂ, ഫൈനലി വീണ്ടും നമ്മള് ഇപ്പം എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം വളാഞ്ചേരി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഇനി 2 മണിക്കൂറും 20 മിനിറ്റും മതി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അവിടുന്ന് വേണം നമുക്ക് പിന്നെ നേരെ ചങ്ങനാശ്ശേരിക്ക് പോകാൻ വേണ്ടി. ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ എറണാകുളം.
അതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ചങ്ങനാശ്ശേരിക്കാണ്. ഗൈസ് നോക്കൂ, റോഡ് നന്നായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ വേണ്ടി പറ്റി. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് വടകര, കൊയിലാണ്ടി അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇനി ശരിയാകാൻ വേണ്ടി. അതുകൊണ്ട് റെഡിയാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഫും എന്ന് പറഞ്ഞെത്താം കേട്ടോ. ഇപ്പം നമ്മൾ എനിക്ക് കോഴിക്കോട് നിന്ന് കയറിയതാണ്, ഇതുവരെ ഹൈവേ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ എറണാകുളം എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് വെച്ചാണ് ആ റോഡ് തീരുന്നത്. പിന്നെയും വഴികൾ പുരോഗമിക്കുന്നു ഗൈസ്. നല്ല കിടിലൻ റോഡ് എന്ന് വെച്ചാൽ നല്ല കിടിലൻ റോഡ്, അതായത് പുതുപുത്തൻ റോഡ് ഗൈസ്. ഇതങ്ങ് ഫുള്ള് പണി തീർന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ കണ്ണൂരിൽ നിന്ന് എറണാകുളം എത്താൻ എൻ്റെ ഒരു ഊഹം ശരിയാണ് ഒരു 3-3.5 മണിക്കൂർ മാക്സിമം. ഇപ്പോൾ ഒരു 6-7 മണിക്കൂർ വേണം. അതേപോലെ തന്നെ ഇതിൻ്റെ പണി തീർന്നാൽ തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി മാക്സിമം ഒരു 6 മണിക്കൂർ മതി. പിന്നെ 6-6.5 മണിക്കൂർ മാക്സിമം. കണക്ടിവിറ്റി അത്ര പെട്ടെന്നാട്ടോ സ്പീഡായി മാറിയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും പിന്നെ ഈ സിക്കിം ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലത്തെ നല്ല നല്ല ഹൈവേകൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലും കൂടെ വരാനുള്ളൂ. അതും ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ ഇതെല്ലാം ഓപ്പൺ ആകുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഉണ്ട്. ഏകദേശം എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇവിടം വെച്ച് ഹൈവേ കഴിഞ്ഞു, ഇനി ഹൈവേ ഇല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സൈഡിൽ കൂടെ തത്തത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവം കേട്ടോ. ഇവിടം വെച്ച് കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് കയറിയതാ, കോഴിക്കോട് നിന്ന് കയറിയിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയ കണ്ടാ. സത്യം ഇവിടെ കേട്ടോ, ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇതേത് സ്ഥലം എന്നുള്ള ഗൈസ് നോക്കൂ, ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം ഇത് ഈ ലൈനാട്ടോ ഇനി പൂർത്തിയാണല്ലോ. 2025 പൂർത്തിയാകണ്ട, ഈ 26 ലാസ്റ്റ് ആകുമ്പോൾ തീരണം. ഈ ഒരു ഭാഗം മാത്രമാണ് തീരാതെ ഇങ്ങനെ കിടക്കുന്നത്. ബാക്കി മൊത്തം ഏകദേശമൊക്കെ ഒന്ന് ടച്ചായാൽ മതി, അതായത് ഒന്ന് കൂട്ടിമുട്ടിയാൽ മാത്രം മതി. ഞങ്ങളെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ പോട്ടെ. രാവിലെ തന്നെ ആയതുകൊണ്ട് വെജ് കഴിക്കാതായിരിക്കും നല്ലത്. നീ എന്നാ പറഞ്ഞേ? എനിക്ക് മസാല ദോശ. എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞാൽ പോലെ. എല്ലാവരും വന്നിട്ട് പറയാം. എല്ലാവരും കൂടെ വരട്ടെ. ദോശ വന്നു. ദോശ എന്ന് പറയുന്നത് 3 സൈഡോട് കൂടി ഉള്ള ദോശ. മോനെ നീ എന്നാടാ പണിയും കിടക്കുന്നത്? ഇത് ദോശ, എല്ലാവർക്കും ദോശ കിട്ടി. ഇതിനെ ഒളിച്ചു കിടക്കുന്നേ. വാ ഇവിടെ കയറ്റിയിരുത്തേ. അതിൻ്റെയാ വിഷമ, അതിൻ്റെയാ കയറ്റിയിരുത്ത്. ഇല്ല ഉറക്കുന്ന. ഗൈസ് ഫൈനലി നമുക്ക് മസാല ദോശ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. രാവിലെ വേണ്ട, ചൂടുള്ള വടയല്ലല്ലോ, അത് വേണ്ട. രാവിലെ തന്നെ മസാല ദോശ കഴിക്കുന്നതാണ് നല്ലത്. കടിക്ക് ഗൈസ് ഫൈനലി ഭക്ഷണം കഴിച്ചു. ഞാനില്ല പിന്നെ നേരത്തെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. അവരിനും കഴിച്ചിട്ട് കയറട്ടെ. ഒരു തുള്ളി ചെളിയില്ലായിരുന്ന വണ്ടിയാണ്. അവിടെ ഒരു ഇച്ചിരി റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇച്ചിരി വെള്ളം അടിച്ചാ വണ്ടിയിൽ വെള്ളം കയറി. സോറി ചെളി കയറി. അവിടെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഒഴിച്ചാടാ. നമുക്കിനി ബെൻസിൻ്റെ അടുത്ത് പോകണം, എന്നിട്ട് വേണം തിരിക്കാൻ കേട്ടോ അവിടുന്ന്. ഗൈസ് നോക്കൂ, ഫൈനലി ഭക്ഷണം കഴിച്ച് നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് 45 കിലോമീറ്റർ ഉള്ളൂ. അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഉദ്യമം കഴിയുന്നതാണ് സുഹൃത്തുക്കളെ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളെ അങ്ങനെ നമ്മുടെ ബെൻസിൻ്റെ അടുത്തെത്തി. നമ്മുടെ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് മേടിച്ച പ്രീമിയം കാറാണ്. 2006 മോഡൽ, പെട്രോള്, ഓട്ടോമാറ്റിക്, സൺറൂഫ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് 3 വരെയുള്ള വണ്ടി വാങ്ങിയത് അതേതാ ബെൻസ്. ഗൈസ് നോക്കൂ, അപ്പോൾ ഇവനെ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടായിരുന്നേ. അപ്പോൾ അന്ന് ഞങ്ങളുടെ അടുത്ത് കൊടുക്കാൻ ഫോട്ടോ, വീഡിയോ അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഷോപ്പിന്റെ പ്രോപ്പർ ലൊക്കേഷൻ നമുക്ക് കയ്യിലില്ല. കണ്ണൂർ വെച്ച് കുറേ നപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഫൈനലി അന്ന് കുറേ പേർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ അവരോടെല്ലാം പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഈ വണ്ടിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യാം, അപ്പം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് വണ്ടി. നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയലുണ്ട്, ഇതൊക്കെ പണിയാൻ വേണ്ടി ഊരി ഇട്ടാക്കുന്നതാണ്. പിന്നീട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷമായി ഊരിയിട്ട് ഞങ്ങൾക്ക് പിന്നെ വരാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറേ വണ്ടി എടുത്ത് പിന്നെ ഇത് ശരിയാക്കി കഴിഞ്ഞാൽ മുതലല്ല. കാരണം 3,75,000 രൂപയ്ക്ക് എടുത്തിട്ട് ഇപ്പോൾ മൊത്തം എനിക്ക് 6 രൂപ എടുത്ത് ചിലവുണ്ട്. ഞങ്ങളൊരു 1,10,10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം കൊടുക്കും. ലൈവ് പേപ്പറുണ്ട്.
അതായത് 2006 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ല, പേപ്പറുണ്ട്, ലൈവ് പേപ്പറുണ്ട്. ഇൻഷുറൻസ് മാത്രമേ എക്സ്പയർ ആയി പോയിട്ടുള്ളൂ. അങ്ങനെ സംഭവം. പിന്നെ ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ പുത്തൻ ടയറാണ്. അന്ന് മേടിച്ചിട്ട് ആകെ 5000 കിലോമീറ്റർ മാത്രമേ പോയിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ചെത്ത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഷോക്കും അധികം പുതിയ തന്നെയാണ്. ഷോക്കല്ല നമ്മൾ പുതിയത് വാങ്ങിയിട്ട്. സസ്പെൻഷൻ, EBD, ABS അങ്ങനെയുള്ള ഒരുപ്പെട്ട എല്ലാ സാധനങ്ങളും പുതിയതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് A to Z നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇത് പണിയാൻ വേണ്ടി ഊരിയിട്ടാണ്. സൺ റൂഫ്, ഓട്ടോമാറ്റിക് അങ്ങനെ എല്ലാം ഉള്ളതാണ്. പിന്നെ ഇവിടുത്തെ സാധനം പണിയാൻ വേണ്ടി കുറേ സാധനം ഊരിയിട്ടുണ്ട്. അതെല്ലാം സാധനം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ നമ്പർ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അല്ലേടാ പിന്നെ ഫോട്ടോ ഉണ്ടാവും, അതുപോലെ ലൊക്കേഷനും തരാം. നിങ്ങൾ വന്ന് കാണുക, നിങ്ങൾ ഒരു മെക്കാനിക്കോടെ വന്ന് കാണുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുക്കുക. ഗൈസ്, ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ എന്ന് വെച്ചിട്ടുണ്ടോ, ഇതാണ് കേട്ടോ സാധനം. ഫുള്ള് സൈഡിൽ നിന്നൊക്കെ നോക്കാൻ എന്തുണ്ടോ, എല്ലാം കണ്ടീഷനാണ്. ടയറൊക്കെ പക്ക ടയറാണ് കേട്ടോ. ഒയ്യോ, അന്നിത് എന്തോരം ഞങ്ങൾ പണിയെടുത്താണെന്നറിയാമോ? കാരണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പണിതാണ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് E200 കംപ്രസർ മോഡലാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പിനി നല്ല കിട്ടുന്ന സ്റ്റെപ്പിനിയാണ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വഴിക്ക് ഇപ്പോൾ വഴിക്ക് ഇറങ്ങട്ടെ. ചങ്ങനാശ്ശേരിക്ക് ഞങ്ങൾ തിരിക്കാൻ പോവാണ്. ഇനി തന്നെ കൊടുക്കുന്നതിന് കാരണം എന്നറിയാമോ? ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി വീട്ടിൽ സ്ഥലമില്ല. അല്ലാതെ ഞങ്ങൾ ഇതും പണിതെടുത്താനേ. അതെ, അല്ലേടാ, ഇത് എറണാകുളത്ത് ആയിപ്പോയി. അതാണ് ഏറ്റവും കൂടുതൽ പറ്റിപ്പോയി. നാട്ടിൽ നിന്ന് റിക്കവറി വാങ്ങി കൂടി ഇട്ടാട്ടോ. പിന്നെ കാര്യമുണ്ട്, ഇത് ബെൻസാണ്. വീട്ടിലുള്ള ആൾക്കാർക്ക് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതെ, വീണ്ടും ഇതേപോലെ കൊണ്ട് വെക്കേണ്ടി വരും. അതാണ് മാത്രം കൊടുക്കുന്ന. അതെ ഗൈസ്, മനോജേട്ടനോട് നമ്മൾ ഈ യാത്ര പറഞ്ഞു. ഇത് മനോജേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടിയുള്ളത്. അപ്പം മനോജേട്ടൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൂപ്പറാണ്. അപ്പം പുള്ളി പറഞ്ഞ് കാണാറുണ്ടെന്ന്. പിന്നെ ഒന്നും പറയാൻ പോയില്ല. നേരെ ഇതാ ഈ ഗേറ്റ് ഇറങ്ങി. ഇവിടെ ബോക്സ്വാൻ്റെ പല സാധനങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്ത വണ്ടികൾ വളരെ റെയർ വണ്ടികൾ പണിയെടുക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ നീ മറ്റേ ബെൻസിന്റെ ഏതായിരുന്നു ഇവിടെ സാധനം? പഴയ S ക്ലാസ്, പിന്നെ പഴയ റോൾസ് റോയ്സ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നതല്ല. കാരണം അത് പല ഓണേഴ്സിൻ്റെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടോ 97 മോഡലെങ്ങാണ്ട് നമ്മൾ പോകുന്ന വഴി നോക്കൂട്ടാ. നമ്മൾ ഇതിലെ ഇനി പോയിട്ട് നമ്മളൊരു 4 മണി, ഒരു 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കേട്ടോ കഴുകി വൃത്തിയാക്കി വന്ന വണ്ടി. അതിൻ്റെ ബോണറ്റിൽ നിന്ന് നോക്കിയേ, ഫുൾ ഇല. ഇവനെ ഇപ്പം സമയമല്ലേ, എന്താണല്ലോ ഇല വീഴും. ഫുൾ ഇല കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഇതിലെ കയറാം. എനിക്ക് വഴി കാണാപ്പാടമാണ്. എനിക്ക് എവിടെ നിന്ന് തിരിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോതമംഗലം കഴിഞ്ഞാൽ പിന്നെ ഒരു കോപ്പ് അറിയത്തില്ല. നമ്മൾ കോതമംഗലം കൂടെ പോകുന്നത്. നമുക്ക് അങ്ങനെ പോകാം, രസം. അങ്ങനെ അങ്ങ് പോവാം. 96 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും. യെസ് മൈക്കിളെ, നമ്മുടെ യാത്ര ഏറ്റവും കൂടെ ആസ്വദിക്കുന്നത് ഇപ്പൊ നമ്മുടെ മൈക്കിളാ കേട്ടോ. അല്ലേ, ഇപ്പൊ വർത്താനൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. ചെറിയ സംസാരങ്ങളെ ചെറുക്കനെ അടിച്ചടാ. ഇതിലാശ കുറുക്കൻ വണ്ടി എന്നൊരു പേരും കിട്ടും കേട്ടോ. ആകെ ഇങ്ങനെയൊക്കെ ചെറിയ ഇടയ്ക്ക് പപ്പ മമ്മി, ചിലപ്പോ പപ്പേനെ വിളിക്കുന്ന കാക്കാന്ന് കേട്ടോ. ഗൈസ്, ഞാൻ ഇവനെ കൊഞ്ഞനെ കുത്താൻ വേണ്ടി പഠിപ്പിച്ചു. അല്ലേ, അടിക്കാൻ പഠിപ്പിച്ചു, ഇടിക്കാൻ പഠിപ്പിച്ചു, പറ്റുന്ന പണിയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. ഗൈസ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ലിബി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് ആദ്യമായി പോകുന്നത്. പിന്നെ അതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴല്ലേ പ്ലസ് ടു വരെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. പപ്പ അല്ല, ഇപ്പൊ ആദ്യമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴല്ലേ ഇപ്പൊ പോകുന്നത്? ആണോ? അപ്പൊ 9, 8, 8ാം ക്ലാസ്സിന് ആദ്യം പോയി. അങ്ങനെയാണ് മാവേലി മലബാർ എക്സ്പ്രസ് ഒക്കെ നമ്മൾ ട്രെയിൻ കയറി തുടങ്ങിയത്. അതെ, ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചങ്ങനാശ്ശേരി പോയി. പിന്നെ അവിടുത്തെ ആ ഒരു ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ ജോലിക്ക് സ്ഥലമൊക്കെ കാണിച്ചായിരുന്നു, റോഡിൻ്റെ പണി, അതായത് JCB പണി. പിന്നെ അങ്ങനെ അവിടെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങനെ വന്ന് നല്ല കപ്പുറത്തും ഉണ്ടായിരുന്നു. സാരമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഞാൻ അവിടെ ചെന്ന് പറയാം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 3-3.5 മണിക്കൂർ. ഈ ടൈമിൽ നീ നോക്കണ്ട, ഇതിൻ്റെ അത് എങ്ങനെ പോയാലും 1/2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മുട്ടരുത് ഡും ഡും ഡും. മൈക്കിള് മുട്ടിക്കഴിഞ്ഞാൽ ഡാൻസ് കളി തുടങ്ങും. ഡും ഡും ഡും. ആരാ? മൈക്കിളിന് മുട്ടി കിട്ടി.
ഗൈസ് നോക്കൂ, ഫൈനലി ഞാനും ലിബിനും അപ്പനും അമ്മയും അഭിരാമിയും മൈക്കിളും അങ്ങനെ നമ്മുടെ ആലുവ പാലം. ഇതാണ് ആലുവ കേട്ടോ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല. ഇത് കണ്ടല്ലോ ആലുവ പാലം കണ്ടല്ലോ. അപ്പനെ പിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം പണ്ട് പോലെ നമ്മളെ ആലുവ പാലം. അമ്മ ഇതാണ് ആലുവ പാലം. അഭിരാമി അപ്പം പറയുന്ന അമ്മ വീട് വിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന്. അപ്പം പക്ഷെ പണ്ട് മുതൽ ഞങ്ങളെ പോലെ സർക്കിട്ട് ആയിരുന്നു. എന്നാ അപ്പം മിണ്ടാത്ത എന്നാ വെച്ചാ അപ്പൊ ഞാൻ അപ്പൻ്റെ പഴയൊരു ചരിത്രം പറഞ്ഞു. അത് പിന്നെ അപ്പൻ ഗായ്സ് നോക്കൂ, നമ്മളങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മളൊരു ചെറിയ റോഡിൽ കൂടി പോകും. നല്ല രസം കേട്ടോ. നല്ല കിടിലം വീടുകളാണ് പോകുന്ന വഴിക്കല്ല പിന്നെ കിടിലം കാഴ്ചകളും അല്ലേ ഇവനെ. ഗൈസ് നോക്കൂ, നല്ല കിടിലം വീടുകൾ. ഏതൊക്കെ സ്റ്റൈല് വീടുകളാ ഈ റൂട്ടില്. അവനെ വേറെ കാര്യമുണ്ട്. ഇതാണ് നമ്മൾ ശരിക്കും ആലപ്പുഴ പോകുന്ന റോഡ്. അല്ല, ഇത് ഞാനിപ്പം പിന്നെ പിറവം വഴി ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റോഡായത്. പക്ഷെ തിരക്കില്ല, നല്ല അടിപൊളി റോഡ്. പണ്ട് ഞങ്ങൾ ഈ വഴി കൂടിയൊക്കെ പോയതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പുള്ളി ഇപ്പൊ നമ്മളെല്ലാം ഓർപ്പിച്ചാനേ. കണ്ണടച്ച് ഫ്രണ്ട് വന്നു. പൈസ വേണോ? പൈസ വേണോ? വേണ്ടല്ലോ. സർവത്ത് ഇതിലൊക്കെ നമ്മൾ വന്ന് എന്റെയൊക്കെ സ്ഥിരം പരിപാടി കേട്ടോ. വേണോന്ന് ചോദിക്കാം. പറഞ്ഞു കഴിയുന്ന വണ്ടി അപ്പുറം കണക്കും. മൈക്കിൾ ഇറങ്ങിയോടി എന്നെടുക്കുവാ? എന്ത് കടന്നു? ഗൈസ് നമുക്ക് ഇനിയുണ്ടല്ലോ 2.5 മണിക്കൂറും 77 കിലോമീറ്ററും നമുക്ക് ചങ്ങനാശ്ശേരിക്ക്. അതായത് അഭിരാമി എന്നെ സംബന്ധം സ്പീഡിൽ ഓടുന്ന വണ്ടി പെട്ടെന്ന് ചവിട്ടി നമുക്ക് കിട്ടൂല. ബേക്കി വരുന്ന വണ്ടി നമ്മള് തെറി പറയും. അതുകൊണ്ടാ ചവിട്ടി വിടുന്നത്. അതല്ലടാ ലിവിനെ അതായത് ഞങ്ങളുടെ പ്ലാനുകൾ അതിന്റെ അവിടെ ചെന്നിട്ട് മീൻ പിടിക്കാൻ പോണേ. നല്ല കായൽ ഹണ്ടിങ് ഫിഷിങ്. പിന്നെ അങ്ങനെയല്ലേ നിന്നെ പിടിച്ചേ? വല വീശി പിടിച്ച എല്ലാരും. എന്റെ അപ്പന് നന്നായിട്ട് വല വീശ അറിയായിരുന്നു. പക്ഷെ എന്റെ അപ്പന്റെ ഓട്ടവലയായിരുന്നു. എല്ലാം ചാടിപ്പോയി. ലാസ്റ്റ് പെട്ടത് ഇതേ ഇരിക്കുന്നു. നോക്കൂ, അതായത് ഫുള്ള് പൈനാപ്പിൾ പാടം കേട്ടോ. ആഹാ, അതിന് മേളിൽ കാവേണ്ടേ? ഏതോ വണ്ടീനെ പോലീസുകാർ അതാണ് ടാർഗറ്റ് ഇട്ട് ഓടിച്ചു പിടിക്കാൻ വേണ്ടി പോന്നു. ആരാ പിടിക്കാൻ പോയതല്ല, അവര് വേറെ അങ്ങോട്ട് പോയതാ. പോകുന്ന വഴി നോക്കിയേ, കീട്ടിലും പുഴ പോലെ ഉണ്ടല്ലേ. അതിന് സെറ്റപ്പ് അപ്പുറം കേട്ടോടാ. ഇതാണ് മൂവാറ്റുപുഴ. ഇതാ മൂവാറ്റുപുഴ റിവർ ആട്ടോ കാണുന്നത്. ചിലയിടത്ത് കന്നാരച്ചക്ക എന്ന് പറയും, കഴുതച്ചക്ക എന്ന് പറയും, ചില സ്ഥലത്ത് പൈനാപ്പിൾ എന്ന് പറയും. ഇവിടെ ഇതിന്റെ ഏരിയ കേട്ടോ. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ട്രക്കുകൾക്ക് ഓട്ടം കിട്ടുന്നത് ഇവിടുന്ന് ബോംബെക്ക് ഈ പൈനാപ്പിൾ കൊണ്ട് പോകുന്നത്. ഗൈസ് നോക്കിയേ, ഇതിങ്ങനെ പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ കാണാം കേട്ടോ. ഇതിൽ ഏറ്റവും ടോപ്പ് കഴുതച്ചക്ക ഇവിടുത്തെ കഴുതച്ചക്കയാ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരാൾക്ക് വെള്ളം ഒരാൾക്ക് സോഡയും തരാൻ പറഞ്ഞു. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി. എന്നാണ് ലിവിന്? മറ്റേ മോര് സർബത്ത്. രണ്ടാമത്തെ പേര് പറഞ്ഞ് നറുണ്ടി സോഡ. നറുണ്ട് ആർക്കൊക്കെ എത്ര ഉണ്ട്? കൊച്ചെന്ത് ചേട്ടാ 2 നറു എന്നെ ആ സാധനം. ഇനി അപ്രോക്സിമേറ്റ് നമുക്ക് 53 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഈ കാണുന്ന റോട്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതെങ്ങനെയുണ്ട്? ഇത് സോഡ. ഇത് സോഡ ഇട്ടത് നോക്കട്ടെ. തണുപ്പൊന്നുമില്ല. അത് കൊള്ളാം കേട്ടോ. നല്ല ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ കുറവിലങ്ങാട് എത്തിയിരിക്കുകയാണ്. യെസ്, നമ്മളങ്ങനെ കോട്ടയം അടുക്കാറായി. കോട്ടയത്തു നിന്ന് പിന്നെ നമുക്ക് വലിയ ദൂരമില്ല ചങ്ങനാശ്ശേരിക്ക്. 9 കിലോമീറ്റർ കൂടെ മാത്രം ചങ്ങനാശ്ശേരി. യെസ്, നമുക്ക് ഏതാണ്ട് 39 കിലോമീറ്റർ. അവിടുന്ന് പിന്നെ അങ്ങോട്ട് വെട്ടിത്തുരുത്തിന് ഇഷ്ടം പോലെ നമുക്ക് പോകാൻ കേട്ടോ. കിട്ടിലും ഫ്രെയിം ആയിരിക്കും, കിളി മാറിപ്പോകും കണ്ടു കഴിഞ്ഞാൽ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോയിലല്ല, സോറി നമ്മൾ കോട്ടയത്ത് എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് വളഞ്ഞ് ചങ്ങനാശ്ശേരി റൂട്ടിൽ പോകണം. ഇനി നമുക്ക് 19 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം നമുക്ക് 40 മിനിറ്റ് കൊണ്ട് ഓടിച്ച് അവിടെ എത്താൻ വേണ്ടി. ആൾക്കാർ ഇവിടെ യൂട്ടേൺ അടിക്കുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് കറക്റ്റ് സെന്ററില്. ഗൈസ് നമ്മളിപ്പോ കറക്റ്റ് സെന്ററിലുള്ള. അവിടെ കയറാൻ പറ്റൂലപ്പാ. ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് കയറാൻ പറ്റുള്ളൂ.
എണ്ണ അടിക്കാൻ എടുത്തത് മമ്മി ഒന്ന് ആ കറുത്തക്കാർ ചെന്ന് വണ്ടി മാറിപ്പോയി. എനിക്ക് മാറണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയതാ. എന്നിട്ട് പിന്നെ അതിന്റെ അകത്തൊരു ചുമപ്പ് കണ്ടില്ലേ, അത് കാരണം മാത്രം ഞാൻ ഇങ്ങോട്ട് വന്ന. ഞങ്ങൾ ഫൈനലി കോട്ടയം എത്തിയപ്പോൾ എണ്ണ അടിച്ച് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിയതാ. മമ്മി കാറ് മാറി കയറി. അഭിരാമിനെ നോക്കിക്കോട്ടെ, അഭിരാമി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വരും, പറയാൻ പറ്റൂല, ചിലപ്പോൾ മാറി കയറിയാലോ. എന്നോട് ഡൽഹിയിൽ നിന്ന് ഇതേപോലെ നമ്മുടെ വണ്ടി ശരിയാക്കാൻ വേണ്ടി പോയില്ലേ, അന്ന് എന്റെ വണ്ടി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി എന്നോട് ഇറങ്ങിപ്പോ ഞാൻ എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കിയത് എനിക്ക് ഡൗട്ട് കിട്ടിയാണ്. മൊത്തം കയറി കേട്ടോ, പോടാ നോക്കൂ. ഫൈനലി നമ്മളങ്ങനെ എത്താറായി. ഇനി 5 മിനിറ്റ് അല്ല 9 മിനിറ്റ് 3.2 കിലോമീറ്റർ. 3.2 ഇങ്ങോട്ട് പിടിച്ചാൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനി എല്ലാം പൂട്ടിപ്പോയി കേട്ടോ. പാലാത്തറ കൺസ്ട്രക്ഷൻ കമ്പനി. അയ്യോ എടി ഇത് മൊത്തം പൂട്ടിപ്പോയി. എന്നാ വലിയ കമ്പനിയാണെന്നറിയാവോ. ഞാൻ അവിടുത്തെ ആരായിരുന്നറിയാവോ, JCBയുടെ ക്ലീനർ. എന്റെ ജോലി എന്നാന്നറിയാവോ, പാട്ട വെക്കലും ഗ്രീസടിയും. അതായിരുന്നു എന്റെ പണി. ഗൈസ് നീ എന്നാടാ കൂകുന്നേ, ഇവനെന്നെ കൂകുന്നേ പറയണ്ടേ. ഗൈസ് നമുക്ക് ഫൈനലി നേരെ പോവാം. നമുക്ക് പോകേണ്ടത് നേരെ എങ്ങോട്ടെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് വേണം നമുക്ക് നേരെ വെട്ടിത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാട്ടോ നമുക്ക് പോകണ്ടേ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്ത് എത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. നോക്കൂ ആ ഫ്രെയിം നിങ്ങൾ നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങോട്ട് നോക്കൂ. ഗൈസ് നോക്കൂ, നാളെ ഇവിടുത്തെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാനും ലിവനും വരുന്നതായിരിക്കും. വേറെ കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ്റിൽ നിന്ന് നല്ല അടിപൊളി മീനെ പിടിക്കും. ഗൈസ് ഞങ്ങൾ ഇതിനു മുമ്പേ നന്നായിട്ട് വീഡിയോ എടുത്താണ്, കുറേ വീഡിയോ എടുത്തു. പക്ഷെ വീഡിയോ ഇതോണായില്ലോ. അപ്പൊ ഇതോ ഇത് പോയി, ഇതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോയതാണോ? ഗൈസ് ഈ മാങ്ങാത്തൊരു മൈക്ക് ജീവിതത്തിൽ നമ്പാൻ കൂടുതൽ കേട്ടോ. ശരിക്കും വെച്ചാൽ തേപ്പാടി എല്ലാ സാധനം നമ്പാൻ പറ്റൂല. ഇച്ചിരിയൊക്കെ കിട്ടിയില്ലേ, ഇച്ചിരിയൊക്കെ പോയി, 10 മിനിറ്റ് പോയി. നൂമ്പൽ ഞാൻ പറയട്ടെ, അതായത് ഈ ആമ്പല് നിരസിച്ചോ, ഈ ആമ്പലിനെ നാളെ ഇന്ന് നേരത്തെ കിടന്നിറങ്ങി എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് നാളെ രാവിലെ എണീറ്റ് കിട്ടിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. മറ്റേ ഇതിന്റെ ഉള്ളിൽ പോണ്ടേ, കായന്റെ ഉള്ളിൽ പോയിട്ട് കുത്തിയെടുത്തോണ്ട് മീനെ കൊണ്ടുവരണം.